അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിശ്വാസി സുഹൃത്തുക്കളെ, എൻ്റെ ഈ ഒരു സംസാരം ഞാൻ ലോകത്തിലെ മുഴുവൻ ദരിദ്രന്മാരും പാവങ്ങളുമായ ആളുകളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. തങ്ങളുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഈ ദുനിയാവിൽ വെച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ 6 അടി മണ്ണിലേക്ക് യാത്ര പോകേണ്ടി വരുന്ന ആ പാവങ്ങൾ, ദരിദ്രന്മാരായ ആളുകൾ. ഒരു യുദ്ധം വന്നാൽ അവരാണ് കൂടുതലും കൊല്ലപ്പെടുന്നത്. നാട്ടിലൊരു പരീക്ഷണം വന്നാൽ അവരാണ് കൂടുതലും സഹിക്കേണ്ടി വരുന്നത്. പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മറ്റെല്ലാവരേക്കാളും അവരാണ് അനുഭവിക്കേണ്ടി വരുന്നത്. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അവർക്കാണ് കൂടുതലായി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംസാരം തീർച്ചയായും ആശ്വാസവാക്കുകളായി, സാന്ത്വനമായി, സമാധാനമായി അവരുടെ ഹൃദയങ്ങളിൽ ചെന്നിറങ്ങും എന്ന് ഉറപ്പുണ്ട്. കാരണം ഈ വാക്കുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതാണ്. ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചില കാര്യങ്ങൾ പാവങ്ങളായ ദരിദ്രരായ ആളുകളുടെ മുന്നിൽ നാം വെക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സംസാരത്തിന് ഈ ഉള്ളവൻ തലവാചകം നൽകിയത് സ്വർഗവാതിലിൽ അല്പനേരം. അഥവാ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുക്കൽ ഒരല്പനേരം നമുക്ക് നിൽക്കാം. നമ്മുടെ ഭാവനയിൽ നാം അങ്ങനെ ഒന്ന് കാണുക. എന്നാൽ ഭാവനയിലല്ലാതെ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൻ്റെ വാതിലിൽ നിന്നിട്ടുണ്ട്. ആ സ്വർഗത്തിലേക്ക് എത്തി നോക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ ഉസാമ റളിയല്ലാഹു തആല അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുംതു അലാ ബാബിൽ ജന്ന. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, സ്വർഗത്തിൻ്റെ വാതിൽ ഞാൻ നിൽക്കുകയുണ്ടായി. സ്വർഗത്തിൻ്റെ വാതിലിനടുക്കൽ ഞാൻ നിൽക്കുകയുണ്ടായി. ഫകാന ആമ്മത്തു മൻ ദഖലഹാ അൽ മസാക്കീൻ. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചവരിൽ മൊത്തത്തിൽ മഹാഭൂരിപക്ഷവും മിസ്കീനുകളായിരുന്നു, പാവങ്ങളായിരുന്നു. പാവപ്പെട്ടവരും ദരിദ്രന്മാരുമാണ് മൊത്തത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും. വ അസ്ഹാബുൽ ജദ്ദി മഹ്ബൂസൂൻ. പണം നൽകപ്പെട്ട വലിയ സ്ഥാനമാനങ്ങളുള്ള ആളുകൾ, അവർ അവിടെ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുക്കൽ തടയപ്പെട്ടവരായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, പാവങ്ങളെ, ദരിദ്രന്മാരെ, സന്തോഷിക്കുക. സ്വർഗാവകാശികളിൽ മഹാഭൂരിപക്ഷവും പാവങ്ങളാണ്, ദരിദ്രന്മാരാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറ്റൊരു ഹദീസ്, അൻ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇത്തലഅതു ഫിൽ ജന്ന. ഞാൻ സ്വർഗത്തിലേക്ക് എത്തി നോക്കി. ഫറഅയ്തു അക്സറ അഹ്ലിഹൽ ഫുഖറാ. ആ സ്വർഗത്തിലുള്ള മഹാഭൂരിപക്ഷം ആളുകളും ഫഖീറുകളാണ്, ദരിദ്രന്മാരാണ്. അതുകൊണ്ട് ദാരിദ്ര്യമെന്നത്, പാവപ്പെട്ടവനാവുക എന്നത്, ആഗ്രഹങ്ങളും മോഹങ്ങളും നടക്കാതെ പോവുക എന്നത് ഒരിക്കലും തന്നെ ഒരു പ്രയാസകരമായ കാര്യമായി നാം കരുതേണ്ടതില്ല. ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, തജ്തമിഊന യൗമൽ ഖിയാമത്തി ഫയുഖാൽ. ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും.
ആദം അലൈഹിസ്സലാത്തു വസ്സലാമു മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒരുമിച്ച് കൂട്ടപ്പെടും. ഫയുഖാലു, അന്ന് വിളിക്കപ്പെടും, പറയപ്പെടും, ഐന ഫുഖറാഉ ഹാദിഹിൽ ഉമ്മത്തി വമസാകീനുഹ, ഈ ഉമ്മത്തിലെ ഫഖീറുകൾ എവിടെ, ഈ ഉമ്മത്തിലെ മിസ്കീനുകൾ എവിടെ എന്ന് പറയപ്പെടുന്നതാണ്. ഖാല ഫയഖൂമുൻ, അപ്പോൾ മിസ്കീനുകൾ, പാവപ്പെട്ടവർ, ദരിദ്രന്മാർ അപ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ഫയുഖാലു ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, അല്ലെങ്കിൽ അള്ളാഹു ഏർപ്പാടാക്കിയ മലക്കുകൾ അവരോട് ചോദിക്കും, മാദാ അമിൽതും, നിങ്ങൾ എന്തായിരുന്നു ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്? ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും, റബ്ബനബ്തലൈതനാ ഫസബർനാ വആതൈതൽ അംവാല വസ്സുൽത്താൻ ഗൈറനാ, അള്ളാഹുവേ നീ ഞങ്ങളെ കഠിനമായി പരീക്ഷിച്ചു, ഭൂമിയിൽ ഞങ്ങൾക്ക് സമ്പത്തുണ്ടായിരുന്നില്ല, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നില്ല, സൗന്ദര്യമുണ്ടായിരുന്നില്ല, തറവാടിത്തമുണ്ടായിരുന്നില്ല, ഒന്നുമുണ്ടായിരുന്നില്ല. മറിച്ച് ഞങ്ങൾക്ക് പരീക്ഷണങ്ങളായിരുന്നു, പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു, നാട് കടത്തപ്പെട്ടു, ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു. സമ്പത്തും സ്ഥാനമാനങ്ങളുമൊക്കെ നീ ഞങ്ങളല്ലാത്തവർക്ക് നൽകി. ഭരണാധികാരം അവർക്കായിരുന്നു, സമ്പത്ത് അവർക്കായിരുന്നു, ഞങ്ങൾ പാവങ്ങളായിരുന്നു. പക്ഷേ ഫസബർന, ഞങ്ങൾ ക്ഷമകേട് കാണിച്ചില്ല, ഞങ്ങൾ ക്ഷമിച്ചു, നിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ ക്ഷമിച്ചു, നിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചു. ഫയഖൂലുല്ലാഹ്, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, സദഖ്തും, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയദ്ഖുലൂനൽ ജന്നത ഖബ്ലൻ നാസ്, മറ്റെല്ലാവരെക്കാളും മുന്നിലായി ആ ഫഖീറുകൾ, പാവങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. വയബ്ഖാ ശിദ്ദത്തുൽ ഹിസാബി അലാ ദവിൽ അംവാലി വസ്സുൽത്താൻ, ഭരണാധികാരം ലഭിച്ച സുൽത്താനുകൾക്കും അതേപോലെ തന്നെ പണം നൽകപ്പെട്ട ആളുകളുടെ മേലും വമ്പിച്ചതായ കഠിനമായ വിചാരണ ബാക്കി നിൽക്കുകയും ചെയ്യും. അപ്പോൾ വിചാരണ കഠിനമാകുന്നത് ഭരണം ലഭിച്ച ആളുകൾക്കും അതേപോലെ തന്നെ സ്ഥാനമാനങ്ങളും പണവുമുള്ള ആളുകൾക്കും വിചാരണ ശക്തമായിരിക്കും. അവരെക്കാളെല്ലാം മുൻപന്തിയിൽ വിശ്വാസികളായ പാവപ്പെട്ട ഫഖീറുകൾ, ദരിദ്രന്മാരായ ആളുകൾ സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന ഫുഖറാ അൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളായ ഹിജ്റ പോകേണ്ടി വന്നിട്ടുള്ള അതേപോലെ തന്നെ ഫഖീറുകളായ ആളുകൾ, യസ്ബിഖൂനൽ അഗ്നിയാ യൗമൽ ഖിയാമ ബി 40 ഖരീഫ, പണക്കാരായ ആളുകളെക്കാൾ 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ ധനികരായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാവപ്പെട്ട ആളുകൾ, ഫഖീറുകൾ സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മുഹാജിറുകളോട് അഥവാ പാവപ്പെട്ട ആളുകളോട്, ഫഖീറുകളോട്, ദരിദ്രന്മാരോട് പറയാറുണ്ട്, ഫഇൻ ശിഅ്തും അഅതൈനാകും മിമ്മാ ഇൻദനാ, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കൈകളിലുള്ള പണം, ധനം ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം. വഇൻ ശിഅ്തും ദക്കർനാ അംറകും ലിസുൽത്താൻ, നിങ്ങൾ ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ സുൽത്താനോട് പറഞ്ഞ്, ഭരണാധികാരികളോട് പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റിത്തരാം. പക്ഷേ ആ ഫഖീറുകൾ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ദുനിയാവിൻ്റെതൊന്നും വേണ്ടതില്ല. ഫഇന്നാ നസ്ബിറു ഫലാ നസ്അലു ഷൈഅ, ഞങ്ങൾ ക്ഷമിച്ചോളാം, ഞങ്ങൾക്ക് ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് പരലോകത്ത് സ്വർഗത്തിൽ നേരത്തെ എത്തിയാൽ മതി, ആ സ്വർഗത്തിലെ സീറ്റ് മതി ഞങ്ങൾക്ക്, ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ് എന്നാണ് ആ ഫഖീറുകളായ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സത്യമാണ് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ദുനിയാവിനെ മോഹിച്ചില്ല, അവർ ആഗ്രഹിച്ചില്ല, അവർ ക്ഷമിക്കാൻ തയ്യാറായി. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്താണ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, യദ്ഖുലുൽ ഫുഖറാഉൽ മുഅ്മിനീനൽ ജന്ന, വിശ്വാസികളായ ഫഖീറുകൾ, ശരിക്ക് ശ്രദ്ധിക്കുക, ഇത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അവൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഖുർആനിലും ഇസ്ലാമിലും വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളായ ആളുകൾ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ സത്യനിഷേധികളാണെങ്കിൽ, അവർ പാവങ്ങളായതുകൊണ്ടും ഫഖീറുകളായതുകൊണ്ടും കാര്യമില്ല.
കാരണം പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ സത്യവിശ്വാസമെന്ന ഏറ്റവും പ്രധാനപ്പെട്ടതിന് അവർ നിഷേധിക്കുകയും അവരുടെ സ്രഷ്ടാവിനോട് അവർ നന്ദികേട് കാണിക്കുകയും അവർ ക്ഷമകേട് കാണിക്കുകയും ചെയ്തതിനാൽ അവർക്ക് ഈ ആനുകൂല്യമില്ല. എന്നാൽ വിശ്വാസികളായ ഫഖീറുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. യദ്ഖുലു ഫുഖറാഉൽ മുഅ്മിനീനൽ ജന്ന ഖബ്ലൽ അഗ്നിയാ. പണക്കാരായ അഥവാ വിശ്വാസികളിൽപ്പെട്ട തന്നെ പണക്കാരായ ആളുകളെക്കാൾ ബിനിസ്ഫി യൗമിൻ, അര ദിവസം മുമ്പ് തന്നെ. ഏതാണ് ഈ അര ദിവസം എന്ന് പറയുന്നത്? 500 സന, 500 വർഷം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വ ഇന്ന യൗമന ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദുൻ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്കാക്കുന്ന 1000 വർഷങ്ങൾക്ക് തുല്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്നതിൻ്റെ ദൈർഘ്യം തന്നെ 1000 വർഷങ്ങൾക്ക് തുല്യമാണെങ്കിൽ നിസ്ഫ് യൗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 500 വർഷമാണ്. അപ്പോൾ ചില ഫക്കീറുകൾ, ചില ദരിദ്രന്മാർ പണക്കാരായ ആളുകളെക്കാൾ 500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. വേറെ ചില ആളുകൾ ദാരിദ്ര്യത്തിൻ്റെ തോതിൻ്റെ വ്യത്യാസമനുസരിച്ച് ആ വർഷത്തിൽ വ്യത്യാസമുണ്ടാകുമെന്നാണ് നേരത്തെ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫക്കീറാവുക, മിസ്കീനാവുക എന്നുള്ളത് ഒരിക്കലും തന്നെ ഒരു പ്രയാസമുള്ള കാര്യമല്ല എന്ന് മാത്രമല്ല, മരണാനന്തര ജീവിതത്തിൽ അത് ഏറ്റവും ഹൈറായി ഭവിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ശ്രദ്ധേയമായ ഒരു ഹദീസ് ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ മഹ്മൂദ് ബിൻ ലബീദിൻ റളിയല്ലാഹു അൻ അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, സിൻതാനി, 2 കാര്യങ്ങൾ, ഇസ്നതാനി, 2 കാര്യങ്ങൾ, ഇസ്നതാനി, 2 കാര്യങ്ങൾ, യക്റഹുഹുമാ ഇബ്നു ആദം, ആദമിൻ്റെ മക്കൾക്ക് അഥവാ മനുഷ്യന്മാർക്ക് അതിനോട് വെറുപ്പാണ്. ഒന്ന് അൽ മൗത്തു, മരണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വൽ മൗത്തു ഖൈറുൻ ലിൽ മുഅ്മിനി മിനൽ ഫിത്ന. ഒരു മുഅ്മിനിന് മരണമെന്ന് പറഞ്ഞാൽ ഫിത്നയിൽ നിന്ന് രക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഖൈറാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് ഖൈറാണ്. കാരണം ഈ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങളാണ്, ഈ ദുനിയാവിൽ ഒരുപാട് ഫിത്നകളുണ്ട്. മതരംഗത്തും അതല്ലാത്ത രംഗങ്ങളിലുമൊക്കെ ധാരാളം ഫിത്നകളുണ്ട്. ആ ഫിത്നകളിൽ നിന്നെല്ലാം യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണം എന്നതൊരു മോചനമാണ്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ, തൗഹീദുള്ള ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മരണം എന്നത് പ്രയാസകരമായ ഒരു കാര്യമായിരിക്കുകയില്ല എന്നാണ്. കാരണം എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് യഥാർത്ഥത്തിൽ മരണം. അതുകൊണ്ട് മരണത്തെ വിശ്വാസികൾ വെറുക്കേണ്ടതില്ല എന്നർത്ഥം. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, വയക്റഹു ഖില്ലത്തൽ മാൽ, പണം കുറവാണ് എന്നതിനെ പലരും വെറുപ്പോടുകൂടിയാണ് കാണുന്നത്. ഞാൻ ഫക്കീറാണല്ലോ, ഞാൻ മിസ്കീനാണല്ലോ, മറ്റുള്ളവരെ പോലെയുള്ള ജോലി, മറ്റുള്ളവരെ പോലെയുള്ള ശമ്പളം, മറ്റുള്ളവരെ പോലെയുള്ള ധനം, അവർക്കുള്ളതുപോലെയുള്ള സ്ഥാനമാനങ്ങൾ, അതൊന്നും എനിക്കില്ലാതെ പോയല്ലോ എന്ന് കരുതി പണം കുറയുന്നതിനോട് വെറുപ്പ് കാണിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്, പണം കുറവായിരിക്കുക എന്നത് വിചാരണ കുറയ്ക്കുന്ന കാര്യമാണ്. പണം കൂടിയാൽ വിചാരണയുടെ ശക്തി കൂടും, പണം കുറഞ്ഞാൽ വിചാരണയുടെ ശക്തി കുറയും. അതുകൊണ്ട് ഇവിടെ പണം കുറഞ്ഞാൽ അത് പരലോകത്ത് ഉപകാരപ്രദമാണ്, അതിനോട് വെറുപ്പ് തോന്നേണ്ടതില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യദ്ഖുലു ഫുഖറാഉ ഉമ്മത്തിൽ ജന്ന ഖബ്ല അഗ്നിയാഇഹിം ബി 40 ഖരീഫ. ഖാലു മൻ ഹും യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ. ഈ ഉമ്മത്തിലെ ഫഖീറുകൾ, പണക്കാർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിൻ്റെ 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, അവരെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും. ആരാണ് ഈ ഫഖീറുകൾ? ശരിക്കും ശ്രദ്ധിക്കുക. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഹുമുശ്ശഇസതു റൂസുഹും, ജടപിടിച്ച മുടിയുള്ളവരായിരിക്കും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ നല്ല സൗകര്യങ്ങളൊന്നുമില്ലാത്തത് കാരണത്താൽ അവരുടെ മുടി കണ്ടാൽ അറിയാം, അവരുടെ തല കണ്ടാൽ അറിയാം അവർ പാവങ്ങളാണെന്ന്. അദ്ദനിസതു സിയാബുഹും, അതേപോലെ തന്നെ വസ്ത്രം പൊടി പുരണ്ടിട്ടുണ്ടാകും. അധികം മാറ്റാൻ വസ്ത്രമില്ലാത്തത് കൊണ്ട് ഒരേ വസ്ത്രം തന്നെ ധരിച്ച് അവരുടെ വസ്ത്രം കണ്ടാൽ അറിയാം പാവങ്ങളാണ്, അവരുടെ ശരീരം കണ്ടാൽ അറിയാം പാവങ്ങളാണ്. അല്ലദീന ലാ യുഅ്ദനു ലഹും അല സാദാത്ത്, വലിയ വലിയ നേതാക്കളുടെ അടുക്കൽ പ്രവേശനം അനുവദിക്കപ്പെടാത്തവരാണ്. കാരണം വലിയ പ്രമാണിമാരാണ്. അവരുടെ വീടുകളിലേക്കോ അവരുള്ള സ്ഥലങ്ങളിലേക്കോ പ്രവേശനം ലഭിക്കാത്ത പാവങ്ങളായ ആളുകൾ. വലാ യൻകിഹൂനൽ മുതനഇമാത്ത്,
വലിയ പണക്കാരോ സൗന്ദര്യമോ ഉള്ള സ്ത്രീകളെ കല്യാണം കഴിക്കാനും അവർക്ക് ഭാഗ്യമുണ്ടാവില്ല. കാരണം തറവാട്ടുകാരും അവർക്ക് അങ്ങനെയുള്ള സ്ത്രീകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയില്ല. കാരണം ഫക്കീറുകളാണ്. അതുകൊണ്ട് സുന്ദരികളായ പണക്കാരായ ഭാര്യമാരില്ലാത്ത വലിയ പ്രമാണിമാരുടെ അടുക്കലേക്കോ രാജാക്കന്മാരുടെ അടുക്കലേക്കോ ഭരണാധികാരികളുടെ അടുക്കലേക്കോ പ്രവേശനം നിഷേധിക്കപ്പെട്ട ജടകുത്തിയ മുടിയും പൊടിപുരണ്ട വസ്ത്രവുമുള്ള പാവങ്ങളായ ആളുകൾ. മിൻകുല്ലി മശാരിഖിൽ അർളി വ മഗാരിബിഹ, ഭൂമിയുടെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമുള്ള ആളുകൾ, മുഴുവൻ നാടുകളിലെയും പാവങ്ങൾ. അവരുടെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ അവർ പാവങ്ങളാണെങ്കിലും അഭിമാനികളാണ്. യുഅതൂന കുല്ലദി അലൈഹിം, ഭരണാധികാരികളോട് അവർക്കുള്ള എല്ലാ ബാധ്യതകളും നിറവേറ്റുന്നവരാണ്. കാരണം പാവങ്ങളെയാണല്ലോ ഭരണാധികാരികൾ ലക്ഷ്യമാക്കുന്നത്. അവരിൽ നിന്ന് മുഴുവൻ അവർ എടുക്കും. അത് നികുതിയാകട്ടെ, മറ്റ് എന്താണോ ഭരണകൂടത്തിന് പാവങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടത് അത് മുഴുവൻ അവരിൽ നിന്ന് അവർ വാങ്ങും. അതെല്ലാം അവർ കൊടുക്കാനും തയ്യാറാകും. എന്നാൽ പലപ്പോഴും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത് ആരാണ്? പ്രമാണിമാരായ ആളുകളും പണക്കാരായ ആളുകളുമാണ് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നതും നാട് കടക്കുന്നതുമൊക്കെ. എന്നാൽ പാവങ്ങളോ അവരുടെ കൈകളിലുള്ളതെല്ലാം ഭരണകൂടത്തിന് നൽകേണ്ടതെല്ലാം അവർ നൽകുന്നതാണ്. പക്ഷേ വലാ യുഅതൂന കുല്ലദീ ലഹും, അവർക്ക് അവകാശപ്പെട്ടത് ഗവൺമെൻറ് അവർക്ക് നൽകുന്നുണ്ടോ? ഇല്ലതാനും. അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ, അവർക്ക് അവകാശപ്പെട്ട സഹായങ്ങൾ അതൊക്കെ തിരിച്ച് ഭരണാധികാരികൾ അവർക്ക് നൽകിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഭരണകൂടത്തിന് നൽകേണ്ടതെല്ലാം കൃത്യമായി അവരുടെ കൈകളിലില്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും അവർ അത് ചെയ്യുകയും ചെയ്യും. എന്നാൽ അവർക്ക് പ്രമാണിമാരുടെ അടുത്ത് പ്രവേശനമില്ല, നല്ല ഭാര്യമാരെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യമില്ല. അങ്ങനെയുള്ളവർ സ്വർഗലോകത്ത് ആദ്യം പ്രവേശിപ്പിക്കപ്പെടുന്നത് അവരായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഏറ്റവും ആദ്യം അവരാണ് പ്രവേശിപ്പിക്കപ്പെടുക. ഒറ്റ ഹദീസ് കൂടി ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി, അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ചോദിച്ചു, ഹൽ തദ്റൂന അവ്വല മൻ യദ്ഖുലുൽ ജന്നത മിൻ ഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും റസൂലിനുമാണ് അറിയുന്നത്. പ്രവാചകൻ പറഞ്ഞു, അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഖൽഖില്ലാഹ് അൽ ഫുഖറാഉൽ മുഹാജിറൂൻ, ഫക്കീറുകളായ മുഹാജിറുകളായ നാട് കടത്തപ്പെട്ട പലായനം ചെയ്യേണ്ടി വരുന്ന കഷ്ടപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന ദരിദ്രന്മാർ അവർ സ്വർഗത്തിലേക്ക് ഒന്നാമതായി പ്രവേശിപ്പിക്കപ്പെടുന്നവരാണ്. അല്ലദീന തുസദ്ദു ബിഹിമുസ് സുഗൂർ വയുത്തഖാ ബിഹിമുൽ മക്കാരിഹ്, ആരാണവർ? സുഗൂറുകൾ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളുടെയും താഴ്വാരങ്ങളുടെയും എല്ലാം ഇടയിലുള്ള ഗ്യാപ്പ്, അതിനാണ് യഥാർത്ഥത്തിൽ സുഗൂർ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ഏറ്റവും മുന്നിൽ അവരെയാണ് നിർത്തപ്പെടുക. കാരണം അവർ വേണ്ടത്ര ആയുധങ്ങൾ വാങ്ങാനോ കുതിര, ഒട്ടകം അതേപോലെയുള്ള വാഹനങ്ങളോ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ സൈന്യത്തിൻ്റെ മുന്നിൽ അവരാണ് ഉണ്ടാവുക. ഏറ്റവും ആദ്യം പോർക്കളത്തിലേക്ക് ഇറങ്ങേണ്ടത് അവരായിരിക്കും. അവരാണ് കൂടുതൽ കൊല്ലപ്പെടുക. അതേപോലെ തന്നെ ശത്രുക്കൾ ഇരച്ചു വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവരെയാണ് മുന്നിൽ നിർത്തപ്പെടുക. അത് ഏത് യുദ്ധങ്ങളിലും അങ്ങനെയാണ്. പണമുള്ള ആളുകൾ വലിയ വലിയ സൗകര്യങ്ങൾ തേടി അവർ എവിടേക്കെങ്കിലും രക്ഷപ്പെടും. എന്നാൽ ബോംബ് വർഷിക്കപ്പെടുന്നതും മിസൈലുകൾ വർഷിക്കപ്പെടുന്നതും പാവങ്ങളായ ആളുകളുടെ തലകളിലുമായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ശരിയാണ്. വയുത്തഖാ ബിഹിമുൽ മക്കാരിഹ്, യുദ്ധത്തിൽ യുദ്ധമുന്നണിയിൽ മുൻപന്തിയിൽ അതല്ലെങ്കിൽ മുന്നിൽ അവരെ നിർത്തപ്പെടും. അങ്ങനെയുള്ള പാവങ്ങൾ, ഫക്കീറുകൾ എന്നും അവരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. വയമൂതു അഹദുഹും വഹാജതുഹു ഫീ സദ്രി, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. അവരിൽ ഒരാൾ മരണപ്പെടുമ്പോൾ ആഗ്രഹങ്ങളും മോഹങ്ങളും അവരുടെ ഹൃദയങ്ങളിൽ തന്നെ ഉണ്ടാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ ഒരു നല്ല ഭക്ഷണം, നല്ലൊരു പാർപ്പിടം, നല്ലൊരു വസ്ത്രം, എല്ലാ സൗകര്യങ്ങളും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ആഗ്രഹങ്ങളൊന്നും നിറവേറ്റപ്പെടാതെ അതെല്ലാം ഹൃദയങ്ങളിലായിക്കൊണ്ട് 6 അടി മണ്ണിലേക്ക് പോകാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണവർ. അവരുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒന്നും ഈ ദുനിയാവിൽ വെച്ച് നടക്കൂല. കാരണം അവർ പാവങ്ങളാണ്, ദരിദ്രന്മാരാണ്. ലാ യസ്തതിഉ ലഹാ ഖദാ, അതൊരിക്കലും പൂർത്തീകരിക്കാൻ കഴിയാതെ മരിച്ചു പോകുന്ന ആളുകളാണവർ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയും, ഫയഖൂലുല്ലാഹു അസ്സ വജല്ല ലിമൻ യശാഉ മിൻ മലായികതി ഉതൂഹും ഫഹയ്യൂഹും, മലക്കുകളോട് അള്ളാഹു പറയും, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവർക്ക് അഭിവാദ്യം പറയൂ, അവർക്ക് സലാം പറയൂ. മഹാന്മാരാണവർ, മഹത്വമേറിയവരാണവർ. അപ്പോൾ മലക്കുകൾ ചോദിക്കും, ഫതഖൂലുൽ മലായിക നഹ്നു സുക്കാനു സമാഇക് വഖിയറതുക മിൻ ഖൽഖിക് അഫതഅമുറുനാ അൻ നഅതിഹാ ഉലൈ ഫനുസല്ലിമ അലൈഹിം, അള്ളാഹുവേ, ഞങ്ങൾ ആകാശലോകത്ത് താമസിക്കുന്നവരും നിന്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരുമല്ലേ, ഈ പാവങ്ങളായ ആളുകളുടെ അടുക്കലേക്ക് പോയിട്ട് സലാം പറയാനാണോ നീ ഞങ്ങളോട് പറയുന്നത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ശ്രദ്ധിക്കൂ, ഈ ക്വാളിറ്റി നമുക്ക് വേണം. ഈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഈ ക്വാളിറ്റി ഉള്ള മുഴുവൻ ഫക്കീറുകളെ, മുഴുവൻ ദരിദ്രന്മാരെ, പാവങ്ങളെ
ഇതാ നമുക്കുള്ള സന്തോഷ വാർത്ത. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അള്ളാഹു മലക്കുകളോട് പറയും, ഇന്നഹും കാനു ഇബാദൻ യഅ്ബുദൂനി, എനിക്ക് ഇബാദത്ത് ചെയ്തിരുന്നവരാണവർ, ലാ യുശ്രികൂന ബി ഷൈഅ, എന്നിൽ ഒന്നിനെയും പങ്കുചേർക്കാത്ത ശുദ്ധ മുവഹിദുകളാണവർ. ശരിക്കും ശ്രദ്ധിക്കുക, ഷിർക്കില്ലാത്ത, ഷിർക്ക് എല്ലാ നന്മകളെയും ഈ ലോകത്തും പരലോകത്തും തടയും. അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക. അവൻ ഏകനാണ്, അവനല്ലാതെ ആരാധ്യനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പ്രഖ്യാപിക്കുകയും ആ ആദർശമനുസരിച്ച് ജീവിക്കുകയും ചെയ്തവരെ, നിങ്ങളുടെ കൈകളിലുള്ള ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത് തൗഹീദാണ്. അതാണ് പറയുന്നത്, അവർ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്ത, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ശുദ്ധ മുവഹിദുകളാണവർ. വതുസദ്ദു ബിഹിമുസ് സുഗൂർ വയുത്തഖാ ബിഹിമുൽ മകാരിഹ്, യുദ്ധമുന്നണിയിൽ അവരായിരുന്നു നിർത്തപ്പെട്ടിരുന്നത്. മറ്റുള്ള ആളുകൾക്ക് പലപ്പോഴും സുരക്ഷയായി നിന്നത് പാവങ്ങളാണ്. സൈന്യങ്ങളിൽ നിന്ന് ഒരു ബ്ലോക്കായി നിന്നത് പാവങ്ങളാണ്. വയമൂതു അഹദുഹും വഹാജതുഹു ഫീ സദ്രി, അവർ മരണപ്പെട്ടപ്പോൾ അവരുടെ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും അവരുടെ ഹൃദയങ്ങളിൽ തന്നെയായിരുന്നു. ലാ യസ്തതിഉ ലഹാ ഖദാഅൻ, അവർക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ന് സ്വർഗത്തിൽ ആദ്യത്തെ സീറ്റ് അവർക്ക് തന്നെ, ഫസ്റ്റ് എൻട്രി അവർക്ക് തന്നെ. മറ്റുള്ള ധനികന്മാരും സുൽത്താനുകളുമൊക്കെ അവിടെ നിൽക്കട്ടെ, 500 വർഷമെങ്കിലും അവരവിടെ കാത്തു നിൽക്കട്ടെ, ഇവർ പ്രവേശിക്കട്ടെ. ഫതഅതീഹിമുൽ മലായികതു ഇൻദ ദാലിക്, അത് കേൾക്കുമ്പോൾ മലക്കുകൾക്ക് കാര്യം മനസ്സിലാകും. അങ്ങനെ മലക്കുകൾ ഫയദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിൻ്റെ മുഴുവൻ വാതിലുകളിലൂടെയും മലക്കുകൾ സ്വർഗത്തിലേക്ക് ഇരച്ചു കയറും. എന്നിട്ട് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് സമാധാനം. എത്ര നല്ല വീട്ടിലാണ് നിങ്ങൾ എത്തിയത്. ഏറ്റവും വലിയ മണിമാളികകളുള്ള, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിക്കപ്പെട്ട, ഒറ്റമുത്തുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൊട്ടാരങ്ങളും വീടുകളും അറകളുമുള്ള പ്രവിശാലമായ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്താണ് ആ ഫക്കീറുകൾ, ആ മിസ്കീനുകൾ. അവർക്കാണ് ആദ്യം മലക്കുകളുടെ സലാം കിട്ടുന്നത്. പണക്കാരൊക്കെ പിന്നെയാണ് വരിക. അതുകൊണ്ട് ദാരിദ്ര്യം, പാവമായിരിക്കുക എന്നത്, വലിയ സാലറി ഇല്ലാതിരിക്കുക എന്നത്, വീട്ടിൽ കഷ്ടപ്പാടാണ് എന്നത്, വലിയ വീടില്ല എന്നത്, നല്ലൊരു മുന്തിയ വാഹനമില്ല എന്നത്, ആരും എന്നെ പരിഗണിക്കുന്നില്ല എന്നത്, സ്ഥാനമാനങ്ങളില്ല എന്നത് ഒന്നും ഒരു പ്രയാസമായി കരുതേണ്ട പ്രിയപ്പെട്ടവരെ. പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദാരിദ്ര്യം വർദ്ധിക്കുന്നു, ജോലി നഷ്ടപ്പെടുന്നു, സാലറി നഷ്ടപ്പെടുന്നു, എല്ലാം സംഭവിക്കാം. ഈമാനുണ്ടോ, തൗഹീദുണ്ടോ, ഇസ്ലാമിനെ അംഗീകരിക്കുന്നവരാണോ, അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണോ, പരലോകത്തെക്കുറിച്ച് പ്രതീക്ഷയുണ്ടോ? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, എങ്കിൽ ഒരു സങ്കടവും വേണ്ട, ഒരു പേടിയും വേണ്ട. സ്വർഗ്ഗലോകം നമുക്കുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗത്തിൻ്റെ വാതിലിൽ നിന്നപ്പോൾ കണ്ട കാഴ്ചകളെക്കുറിച്ചും അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുമാണ് ഈ ഹദീസുകളിലൂടെ എല്ലാം നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, ഈ ഒരു സംസാരം വിശ്വാസികളായ ലോകത്തിലെ മുഴുവൻ ദരിദ്രന്മാർക്കും പാവപ്പെട്ടവർക്കും സമർപ്പിക്കുകയാണ്. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ സന്ദേശമാണ്. അതുകൊണ്ട് ആഹ്ലാദിക്കുക, സന്തോഷിക്കുക. നമ്മുടെ വിജയം, നമ്മുടെ എല്ലാ ഖൈറുകളും നമ്മുടെ സമീപത്ത് തന്നെയുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.